നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. പരീക്ഷ എഴുതാൻ ഇത്തവണ ജില്ലയിൽ 19,369 വിദ്യാർത്ഥികൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാർ പണിമുടക്കി. KSEB നയങ്ങൾക്കെതിരെ COA ജനജാഗ്രതാ യാത്ര നടത്തും. പ്രചരണ ജാഥ 10-ന് പ്രയാണം ആരംഭിക്കും. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സാരഥികൾക്ക് പെരിയയിൽ സ്വീകരണം. MTech റാങ്ക് ജേതാവ് ജയശ്രീ പ്രദീപന് അനുമോദനം. ഇട്ടമ്മൽ മുത്തപ്പൻ മടപുരയിലെ തിരുവപ്പന വെള്ളാട്ടത്തിന് ഭക്തി നിർഭരമായ സമാപനം. വാർത്തകൾ വിശദമായി. SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായി. ജില്ലയിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത് 19,369 വിദ്യാർത്ഥികൾ. രാവിലെ നടന്ന +2 പരീക്ഷയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷ പകർന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു SSLC പരീക്ഷ ആരംഭിച്ചത്. 19,291 പേരാണ് ജില്ലയിൽ ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. 143 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയത്. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 70 കേന്ദ്രങ്ങളിലായി 10,315 പേരും, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 74 കേന്ദ്രങ്ങളിലായി 8,976 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. കാഞ്ഞങ്ങാട് ദുർഗ ഹൈസ്കൂൾ, നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ, നായന്മാർമല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ SSLC പരിശീകരിക്കുന്നത്. ജില്ലയിൽ +2-ന് 12,000-ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഒപ്പം VHSC പരീക്ഷയും നടക്കുന്നുണ്ട്. ആദ്യ ദിനത്തെ പരീക്ഷ ഏറെ പ്രതീക്ഷ പകർന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്വകാര്യ ഇൻഷുറൻസ് മേഖലയിലെ വിദേശ മൂലധന നിക്ഷേപ പരിധി ഉയർത്തുന്നതിൽ പ്രതിഷേധം. ഇൻഷുറൻസ് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കി. സ്വകാര്യ ഇൻഷുറൻസ് മേഖലയിൽ വിദേശ മൂലധന നിക്ഷേപ പരിധി 26% നിന്നും 49% ഉയർത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടന്നത്. പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികൾ വിൽക്കാനുള്ള നയത്തിലും പ്രതിഷേധമുയർന്നു. ഇൻഷുറൻസ് ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കിലേർപ്പെട്ടു. ജില്ലയിലും ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായി മുടങ്ങി. പണിമുടക്കിയ ജീവനക്കാർ LIC എംപ്ലോയീസ് യൂണിയന്റെയും LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ CITUവിന്റെയും നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഓഫീസിന് മുന്നിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നിയമവിരുദ്ധവും വഞ്ചനാപരവുമാണെന്ന് പറയാൻ എന്താ കാരണം? ഈ ബില്ല് രാജ്യസഭയിൽ ഒരിക്കൽ അവതരിപ്പിച്ച് അവിടെ കിടക്കുകയാണ്, പാസ്സാവാതെ കിടക്കുകയാണ്. ഒരിക്കൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ രാജ്യസഭ വിട്ടുകൊടുക്കണം, രാജ്യസഭയുടെ അനുമതി വേണം. അത് രാജ്യസഭയുടെ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞിരിക്കുന്നു. രാജ്യസഭയുടെ അനുമതി ഇല്ലാതെ രാജ്യസഭ വിട്ടുകൊടുക്കാതെ വീണ്ടും ആ ബില്ല് നിയമപരമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. അതാണ് വ്യവസ്ഥ. CM സുരേഷ്, എക്കാൽ വിജയൻ, EV ജയകൃഷ്ണൻ, കാറ്റാടി കുമാരൻ, K. ബാലകൃഷ്ണൻ, PV രാജേഷ്, N. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. KK മനോഹരൻ അധ്യക്ഷനായി. LIC എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ജയചന്ദ്രൻ കുട്ടമത്ത് സ്വാഗതവും K. ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. KSEBയുടെ നയങ്ങൾക്കെതിരെ COAയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ യാത്ര നടത്തും. ജനജാഗ്രതാ യാത്രയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥ 10-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി COA സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ യാത്ര 14 മുതൽ 31 വരെ തീയതികളിൽ നടക്കും. COA ജില്ലാ ഘടകത്തിന്റെ വാഹന പ്രചരണ ജാഥ 10-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. BSNLന്റെയും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെയും ആവശ്യങ്ങൾ മാനിക്കാതെയാണ് വൈദ്യുതി തൂണുകൾ റിലയൻസിന് നൽകാൻ വൈദ്യുതി ബോർഡ് തീരുമാനമെടുത്തത്. ഏകപക്ഷീയമായി എടുത്ത തീരുമാനം റദ്ദു ചെയ്യുക, വൈദ്യുത തൂണുകൾക്ക് മുൻകാല വാടക അടക്കണമെന്ന ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ജനജാഗ്രതാ ജാഥ സംഘടിപ്പിക്കുന്നത്. മാർച്ച് 14-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് 31-ന് തിരുവനന്തപുരത്താണ് ജനജാഗ്രതാ യാത്ര സമാപിക്കുന്നത്. യാത്രയുടെ പ്രചരണാർത്ഥം COA ജില്ലാ കമ്മിറ്റി 10-ന് ജില്ലാ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. മടക്കര, ചെറുവത്തൂർ, പരപ്പ, ചോയങ്കോട്, ബളാന്തോട്, കുറ്റിക്കോൽ, പെരിയ, മാവുങ്കാൽ, പൊയ്നാച്ചി, ബദിയടുക്ക, കുമ്പള, ഉപ്പള തുടങ്ങിയ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. 10-ന് കാലിക്കടവിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. M. മനോജ് കുമാറാണ് ജാഥ മാനേജർ. ഷുക്കൂർ കോളിക്കര, ലോഹിതാക്ഷൻ, MK രഘുനാഥ്, K. പ്രദീപ് കുമാർ എന്നിവർ ജാഥ സംഘാംഗങ്ങളാണ്. ജാഥയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും മറ്റു
സംഘടനകളുടെയും COA ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഒരു അദാലത്തിൽ വെച്ചുണ്ടാക്കിയ തീരുമാനവും ധാരണയ്ക്കും അനുസൃതമായി തയ്യാറാക്കിയ ബോർഡ് ഓർഡറിനെ ഒരു ചർച്ചയ്ക്കും വിധേയമാക്കാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ ഒരു മൾട്ടി നാഷണൽ കമ്പനിയായ റിലയൻസിന് തീരെഴുതി കൊടുക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ഇറങ്ങുകയുണ്ടായി. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ ഉത്തരവ് ഇറക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കാൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ നിരവധി വർഷങ്ങൾ നമ്മൾ നടത്തിയ ഒരു പ്രതിരോധ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കപ്പെട്ടു എന്നതിനപ്പുറം നിയമപരമായി ഒരു സാധുത പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, സെക്രട്ടറി സതീഷ് കെ പാക്കം, സംസ്ഥാന കമ്മിറ്റി അംഗം K രഘുനാഥ്, ജാഥ മാനേജർ M മനോജ് കുമാർ, മേഖലാ പ്രസിഡന്റ് ശ്രീനാരായണൻ, VV മനോജ് കുമാർ, PR ജയചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. നിർമ്മാണ തൊഴിലാളി മേഖലയിലെ തൊഴിൽ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പുല്ലൂർ AKG മന്ദിരത്തിലാണ് സമ്മേളനം ചേർന്നത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനത്തിലേക്ക് നമ്മൾ അതിന്റെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. കാഞ്ഞങ്ങാട് വെച്ചാണ് ജില്ലാ സമ്മേളനം എന്നുള്ളതുകൊണ്ട് തന്നെ കുറേയും കൂടെ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിക്കുണ്ട്. കാഞ്ഞങ്ങാട് ഏരിയയിലെ നമ്മുടെ പ്രതിനിധികൾക്കും അതിനപ്പുറത്ത് നമ്മുടെ ഏരിയയിലെ മുഴുവൻ തൊഴിലാളികൾക്കും നമ്മുടെ മെമ്പർമാർക്കും ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന വസ്തുതയാണ്. ഞാൻ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തില്ല. നമ്മുടെ ഈ മേഖല, നിർമ്മാണ മേഖല തികച്ചും അസംഘടിതമായിട്ടുള്ള ഒരു മേഖലയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്ത് വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനികൾ, അങ്ങനെയുള്ള തൊഴിലാളികൾ ചിലപ്പോൾ. ഏരിയ പ്രസിഡന്റ് P കൃഷ്ണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ബല്ലാരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ MV നാരായണൻ സ്വാഗതം പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ച തിരുവനന്തപുരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറേറ്റിലെ ഓഡിയോ വീഡിയോ വിഭാഗം ഇൻഫർമേഷൻ ഓഫീസർ CH ആനന്ദിന് യാത്രയയപ്പ് നൽകി. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സർവീസിൽ നിന്നും വിരമിച്ച തിരുവനന്തപുരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറേറ്റിലെ ഓഡിയോ വീഡിയോ വിഭാഗം ഇൻഫർമേഷൻ ഓഫീസർ CH ആനന്ദിന് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പ്രസ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ K അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ യാത്രയയപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം യാത്രയയപ്പ് എന്ന് പറയുമ്പോൾ വിരമിക്കുന്നതിന് മുമ്പ് നൽകേണ്ടതാണ്. പക്ഷെ ഞങ്ങളും മാർച്ചിലേക്കാണ് മാറ്റിവെച്ചത്. ഞാൻ പറഞ്ഞു ഇത് ഒരു അനുമോദനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടത്തിയാണ്. ഞങ്ങൾ ഓഫീസിൽ തന്നെ ചെറിയ പരിപാടി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MO വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി, VV പ്രഭാകരൻ, അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണം നൽകി. KMSS പെരിയ ശാഖാ കമ്മിറ്റിയാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട K ഭാസ്കരനും സംസ്ഥാന കമ്മിറ്റി അംഗം K പീതാംബരനും KMSS പെരിയ ശാഖാ കമ്മിറ്റി സ്വീകരണം നൽകി. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും M.Tech പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ജയശ്രീ പ്രദീപനെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സാരഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട K ഭാസ്കരനും K പീതാംബരനും നൽകിയ സ്വീകരണ യോഗത്തിൽ PK കൃഷ്ണനും KK നാരായണനും ചേർന്ന് ഉപഹാരം നൽകി. ചിന്മയ മിഷൻ ജില്ലാ സെക്രട്ടറി K ബാലചന്ദ്രൻ, റാങ്ക് ജേതാവ് ജയശ്രീ പ്രദീപിന് ഉപഹാരം നൽകി. KR രാജൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി K കുമാരൻ, KMSS ഭാരവാഹികളായ K വിജയൻ, TV മോഹനൻ, വാർഡംഗം ഗീതാ നാരായണൻ, K കൊട്ടൻ, PK കുഞ്ഞിരാമൻ, സുമ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. K ഭാസ്കരൻ, K പീതാംബരൻ, ജയശ്രീ പ്രദീപും മറുപടി പ്രസംഗം നടത്തി. MK പ്രകാശൻ സ്വാഗതവും P മനീഷ് നന്ദിയും പറഞ്ഞു.
അതിയാമ്പൂർ പാർക്ക് ഓഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ കബഡി ടൂർണമെന്റ് ശ്രദ്ധേയമായി. അതിയാമ്പൂർ പാർക്ക് ഓഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല ഫ്ലഡ് ലൈറ്റ് കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 12 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. ആവേശകരമായ മത്സരത്തിൽ യുവചേതന വേങ്ങാട്ട് ജേതാക്കളായി. പ്രിയദർശിനി അച്ചാന്തുരുത്തി 2ാം സ്ഥാനവും നേടി. 100 കണക്കിന് കായിക പ്രേമികളാണ് മത്സരം കാണാനെത്തിയത്. സർവ്വദേശീയ മഹിളാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ മഹിളാ റാലിയും പൊതുയോഗവും നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. 33% വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസാക്കുക, വെട്ടിക്കുറച്ച ക്ഷേമ പദ്ധതികൾ പുനഃസ്ഥാപിക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, വർഗീയത തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മഹിളാ ദിനാചരണം നടന്നത്. ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എൻ സുകന്യ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ ഐതിഹാസികമായ സമരങ്ങളിൽ ഒന്നായിരുന്നു 1908 ന്യൂയോർക്കിലെ തുന്നൽ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ തുല്യവേതനത്തിന് വേണ്ടിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും വോട്ടവകാശത്തിന് വേണ്ടിയും നടത്തിയ സമരം, പോരാട്ടം എന്നുള്ളത്. ആ പോരാട്ടത്തെ അന്ന് ഭരണാധികാരികൾ പോലീസിനെ ഉപയോഗിച്ച് അതിനിഷ്ഠൂരമായിട്ട് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ചോരയിൽ മുങ്ങിയ ആ പ്രതിഷേധ ദിനത്തിന്റെ ഓർമ്മ ഏറ്റെടുത്തുകൊണ്ടാണ് 1910 ലോകത്ത് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ സ്ത്രീകളുടെ 2ാമത്തെ സമ്മേളനം ജർമ്മനിയിൽ ചേർന്നപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് മാർച്ച് 8 സാർവദേശീയ മഹിളാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. PC സുബൈദ അധ്യക്ഷത വഹിച്ചു. P ശ്യാമള, K ശകുന്തള, K ലീല, P പത്മിനി, MPV ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നതിനു വേണ്ടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വള്ളവും എഞ്ചിനും പരിശോധിച്ചു. ജില്ലയിൽ 8 കേന്ദ്രങ്ങളിലായാണ് പരിശോധന നടന്നത്. ഫിഷറീസ്, മത്സ്യഫെഡ്, സിവിൽ സപ്ലൈസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. തൈക്കടപ്പുറം സ്റ്റോറിന് സമീപം നടന്ന പരിശോധനയിൽ പങ്കെടുക്കാൻ രാവിലെ തന്നെ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളെത്തി. ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് കൊണ്ടുവരുന്നവ മാത്രമേ പരിശോധിക്കൂ എന്ന് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നതിനാലാണ് രാവിലെ തന്നെ തിരക്കനുഭവപ്പെട്ടത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ പരിശോധന വൈകിട്ട് 5 മണി വരെ നീണ്ടു. വള്ളവും എഞ്ചിനും ഒരുമിച്ച് ഹാജരാക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ പെർമിറ്റ് നൽകില്ലെന്നും അറിയിപ്പുണ്ടായിരുന്നു. 15 വർഷം വരെ പഴക്കമുള്ള പ്രവർത്തനക്ഷമമായ എഞ്ചിനുകളാണ് പരിശോധിച്ചത്. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം കളിയാട്ട ഉത്സവം തുടങ്ങി. ഭക്തർ ഘോഷയാത്രയായി കലവറ നിറച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട ഉത്സവം തുടങ്ങി. പടോതിമഠം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രകൾ പുറപ്പെടുകയുണ്ടായി. തുടർന്ന് കവ്വൽമാടം വേട്ടക്കുരുമകൻ ക്ഷേത്രം, പട്ടാക്കൽ മുത്തപ്പൻ മടപ്പുര, കുറുന്തൂർ ദുർഗാപരമേശ്വരി ക്ഷേത്രം, പടന്നക്കാട് വലിയ വീട് തറവാട് എന്നിവിടങ്ങളിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രകൾ പുറപ്പെട്ടു. മാർച്ച് 11 108 നാളികേരം കൊണ്ട് മഹാഗണപതി ഹോമവും നടക്കും. രാവിലെ 9 മണിക്ക് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമാവും. രാത്രി 7:30 തെയ്യം കൊടുക്കൽ ചടങ്ങും നടക്കും. രാത്രി 7:30 വർണ്ണശബളമായ തിരുമുൽ കാഴ്ചകൾ പുറപ്പെടും. മാർച്ച് 12 ചാമുണ്ടേശ്വരി വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടും. ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്കുപൂജയും നടന്നു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം 2015 മെയ് 22 മുതൽ 28 വരെ തീയതികളിൽ ഇരവിൽ ഐക്യ കേശവതന്ത്രികളുടെ കാർമ്മികത്വത്തിൽ നടക്കും. ബ്രഹ്മകലശോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. മാങ്കുളം ശംഭു നമ്പൂതിരി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. PV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി.
യോഗത്തിൽ ഐക്യ കേശവതന്ത്രി കെ വേണുഗോപാലൻ നമ്പ്യാർ, പി ഗോപാലകൃഷ്ണൻ, ശങ്കരൻ നമ്പൂതിരി, എ കേളു നമ്പ്യാർ, മടിക്കൈ കമ്മാരൻ, എ വേലായുധം തുടങ്ങിയവർ സംബന്ധിച്ചു. പി വി കൃഷ്ണൻ സ്വാഗതവും ടി ചന്ദ്രൻ കക്കാട്ടിൽ നന്ദിയും പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചികിത്സാ സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് പി കരുണാകരൻ എം പി പറഞ്ഞു. SNDP യോഗം തൃക്കരിപ്പൂർ യൂണിയൻ സംഘടിപ്പിച്ച സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. അപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു ഔപചാരികമായ പ്രവർത്തനം മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 50ഓളം ആളുകൾ, 15ഓളം ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, പരിശോധനയുമായി ബന്ധപ്പെട്ട് മിക്ക ഉപകരണങ്ങളും പരിശോധനാ സംവിധാനങ്ങളും അതോടുകൂടിയിട്ടാണ് ഇവിടെ ഇന്ത്യാന ഹോസ്പിറ്റലിൻ്റെ ആളുകൾ എത്തിയിട്ടുള്ളത്. ഇന്ത്യാന ഹോസ്പിറ്റൽ പലപ്പോഴും അവർ അതിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകാൻ ക്ഷണിക്കാറുണ്ട്. ഉദ്ഘാടന സന്ദർഭത്തിൽ ക്ഷണിച്ചായിരുന്നു, എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അതേപോലെ തന്നെ മാധ്യമം ഇവിടെ 2-3 മെഡിക്കൽ ക്യാമ്പ് ഇതിനു മുമ്പ് നടത്തിയതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാലക്കല്ല് പാർലമെന്റ് സമ്മേളനത്തിന്റെ തിരക്കിനിടയിലായതുകൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇന്ന് തന്നെ ഈ പരിപാടി കഴിഞ്ഞ് നാളെ പാർലമെന്റ് സമ്മേളനത്തിന് പോകേണ്ടതാണ്. ബന്ധപ്പെട്ട ഒരു 5-10 ആൾക്കാരെങ്കിലും മറ്റു നിവേദനങ്ങൾക്ക് പുറമെ മാധ്യമ ദിനപത്രം, മംഗലാപുരം ഇന്ത്യാന ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് കൊവുലെ UP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ഹൃദ്രോഗം, അർബുദം, തലച്ചോറ്, നാഡീവ്യൂഹ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. കാസിം ഇരിക്കൂർ അധ്യക്ഷത വഹിച്ചു. കെ കുഞ്ഞിരാമൻ MLA, ഡോക്ടർ യൂസഫ് കുമ്പള എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. CKA ജബ്ബാർ പദ്ധതി വിശദീകരണം നടത്തി. അരയാക്കണ്ടി സന്തോഷ് വീൽചെയർ വിതരണം നടത്തി. TV ഗോവിന്ദൻ, C കാർത്തിയായനി, TK മുഹമ്മദ് അലി, മുകേഷ് ബാലകൃഷ്ണൻ, MP പത്മനാഭൻ, ഉദിനൂർ സുകുമാരൻ, A സുകുമാരൻ, ബെൽത്ത് സർ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇട്ടമ്മൽ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. അനുഗ്രഹം തേടി 100 കണക്കിന് ഭക്തർ എത്തി. ഇട്ടമ്മൽ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. ക്ഷേത്രം തന്ത്രി മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടന്നു. സന്ധ്യാവേലയും കളിക്കപ്പാട്ടും നടന്നു. കലശം എഴുന്നള്ളത്തിന് ശേഷം തിങ്കളാഴ്ച പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. തുടർന്ന് അന്നദാനവും നൽകി. പട്ടാക്കൽ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. പട്ടാക്കൽ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ടത്തിന്റെ ഭാഗമായി മടപ്പുര പരിസരത്ത് ആദ്യ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. ഫണ്ട് ശേഖരണ ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ DV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ NV പവിത്രൻ, രൂപേഷ്, വിനു ഞാണിക്കടവ്, NV രവി, N കുഞ്ഞമ്പു, KV കുഞ്ഞമ്പു, K നാരായണൻ, ദിനേശൻ മടയൻ, അമ്പാടി മടയൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ VV ഉമേശൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് അരയി കോവിലകം ഭഗവതി ക്ഷേത്രം കലശാട്ട് ദിന മഹോത്സവം ഏപ്രിൽ 25, 26 തീയതികളിൽ നടക്കും. ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് അരയി കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ കലശാട്ട് ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഫണ്ട് ശേഖരണോദ്ഘാടനം നടന്നു. ഏപ്രിൽ 25, 26 തീയതികളിലാണ് മഹോത്സവം നടക്കുന്നത്. ഫണ്ട് ശേഖരണോദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി വസന്തന് N നാരായണൻ കൈമാറി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രജീഷ് പാക്കൻ, C സഹദേവൻ, ജയേഷ് K നാരായണൻ, KP പുരുഷോത്തമൻ, KV കൃഷ്ണൻ, P ഭാർഗവി, K സുമ എന്നിവർ സംസാരിച്ചു. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഹ്രസ്വചിത്രം ഒരുങ്ങി. സ്ത്രീത്വം നേരിടുന്ന വെല്ലുവിളികളാണ് ഹ്രസ്വചിത്രത്തിന് വിഷയമായത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ഹ്രസ്വചിത്രം ഒരുക്കാമെന്ന് തെളിയിക്കുകയാണ് പ്രമോദ് ഒടയഞ്ചാലും സുഹൃത്തുക്കളും. സ്ത്രീത്വത്തെ ആധാരമാക്കി രാഹുൽ കഥ എഴുതിയ പ്രമോദ് ഒടയഞ്ചാൽ സംവിധാനം ചെയ്ത ആർ യു റെഡി പ്രദർശനത്തിനൊരുങ്ങി.
നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ചിത്രത്തിന് പിന്നിലെന്ന് പ്രമോദ് ഒടയഞ്ചാൽ പറഞ്ഞു. കൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഈ ആരു റെഡി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ പ്രധാനമായും ഞങ്ങൾ സ്ത്രീകളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അതിൽ വ്യക്തമാക്കുന്നു. ഒരുപറ്റം നാട്ടുകാരുടെ ഒരു മഹനീയ സംഭവ വികാസങ്ങളാണ് ഈ കഥയിലൂടെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ച് ഷൂട്ട് ചെയ്തത്. AK ക്രിയേഷൻസ് ഒരുക്കിയ ആർ യു റെഡി സാംസ്കാരിക മേഖലകളിൽ ചലനം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. പരീക്ഷ എഴുതാൻ ഇത്തവണ ജില്ലയിൽ 19,369 വിദ്യാർത്ഥികൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാർ പണിമുടക്കി. KSEB നയങ്ങൾക്കെതിരെ COA ജനജാഗ്രതാ യാത്ര നടത്തും. പ്രചരണ ജാഥ 10-ന് പ്രയാണം ആരംഭിക്കും. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭാ സാരഥികൾക്ക് പെരിയയിൽ സ്വീകരണം. MTech റാങ്ക് ജേതാവ് ജയശ്രീ പ്രദീപന് അനുമോദനം. ഇട്ടമ്മൽ മുത്തപ്പൻ മടപുരയിലെ തിരുവപ്പന വെള്ളാട്ടത്തിന് ഭക്തി നിർഭരമായ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.